നമുക്ക് വയനാട്ടിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. അവിടെ കടുവ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെയൊക്കെയാണ് ഇറങ്ങിയത്. അപ്പോൾ അതിനെ പിടിക്കാനുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. മയക്കുവെടി വെക്കാൻ വനം വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട്. അവിടെ കുങ്കിയാനകളെയൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഷമ്മി, ജോഷില ചേരുന്നു. ജോഷില പറയോ, എന്താണ് ഷമ്മി? ഭദ്ര, ഇന്നലെ പടിക്കവയലിൽ കണ്ടെത്തിയ കടുവയെ ഇന്ന് കണ്ടെത്തിയത് ഇവിടെ ചീക്കല്ലൂർ പുളിക്കക്കുന്ന് വയൽ പ്രദേശത്താണ്. അവിടെയാണ് ഞാനുള്ളത്. ഇതിൻ്റെ തൊട്ട് മുന്നിൽ, എൻ്റെ മുന്നിൽ ആണ് ആ വയലുള്ളത്. അവിടേക്ക് ഇപ്പോൾ വെളിച്ചം അടിക്കാൻ പാടില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ദൗത്യം നേരിട്ട് കാണിക്കാമായിരുന്നു. അവിടെ ഈ അല്പസമയം മുൻപാണ് ആ ഒരു പൊന്തക്കാട്ടിൽ കടുവയുണ്ട് എന്നുള്ളത് ഇന്ന് ഉച്ചയ്ക്കായിരുന്നു ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചത്. അതിനുശേഷം ഇന്ന് അല്പസമയം മുൻപ് പടക്കം പൊട്ടിച്ചു. എന്നാൽ കടുവ ആ സ്ഥലത്ത് നിന്നും, ആ ലൊക്കേഷനിൽ നിന്നും, പൊന്തക്കാട്ടിൽ നിന്നും എഴുന്നേറ്റിട്ട് പോലുമില്ല എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. എന്നാൽ മയക്കുവെടി വെക്കാനുള്ള തീരുമാനം, ഓർഡർ പുറത്തിറങ്ങിയിട്ടുണ്ട്. മയക്കുവെടി വെക്കുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ, അതിൻ്റെ ചിട്ടകൾ ഉണ്ട്. ആ ചിട്ടകൾക്കനുസരിച്ച് മാത്രമേ വനം വകുപ്പിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കടുവയെ കാട്ടിലേക്ക് തന്നെ അയക്കാനുള്ള ദൗത്യം തുടരുകയാണ്. രാത്രികാലത്ത് മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. അടുത്തുള്ള കാട്ടിലേക്ക് അതിനെ അയക്കാനുള്ള ശ്രമം നടത്തുകയാണ്. കുങ്കിയാനകളെ കൊണ്ടുവന്നിരുന്നു. ചുറ്റും 80-ലേറെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നിന്നുകൊണ്ട് അതിനെ മിനിമം ഡിസ്റ്റർബൻസ് എന്ന ദൗത്യത്തിലൂടെ, അതായത് അമിതമായ ശല്യം ചെയ്തുകൊണ്ട് അതിനെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. കടുവയാണ്, പെട്ടെന്ന് പ്രകോപനമുണ്ടാകും. അത് ഏത് ഭാഗത്തേക്ക് ഓടും എന്ന് പറയാൻ സാധിക്കുകയില്ല. ആനയെ കാട്ടിലേക്ക് അയക്കുന്നത് പോലെയല്ല ഈ ദൗത്യം. അത്രയേറെ ശ്രദ്ധിച്ചു വേണം വനംവകുപ്പിന് ഈ കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളത് കൊണ്ട് തന്നെ മിനിമം ഡിസ്റ്റർബൻസ് എന്ന ക്രമീകരണത്തിലൂടെ മാത്രം അതിനെ കാട്ടിലേക്ക് അയക്കാനുള്ള ദൗത്യം തുടരുകയാണ്. അത് വിജയിച്ചില്ലെങ്കിൽ കൂട് ഇതിനടുത്ത്, ആ പൊന്തക്കാടിൻ്റെ അടുത്ത്, അതായത് കടുവയുള്ള സ്ഥലത്ത് അതിനുള്ള കൂടാണ് നമ്മൾ കാണുന്നത്. ഈ കൂട് അവിടേക്ക് സ്ഥാപിക്കും. അതും വിജയകരമായില്ലെങ്കിൽ, കടുവ കൂട്ടിൽ കയറിയില്ലെങ്കിൽ പിന്നീട് മയക്കുവെടി വെക്കുക എന്നുള്ളത് മാത്രമായിരിക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മുന്നിലുള്ള ഏക പോംവഴി എന്ന് പറയുന്നത്. അതിന് ഈ ദൗത്യങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ഏറ്റവും അവസാനത്തെ ദൗത്യമായി മാത്രമേ മയക്കുവെടി വെക്കുക എന്നുള്ള ദൗത്യത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടക്കുകയുള്ളൂ. 80 വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉച്ച മുതൽ സന്നദ്ധരായിട്ടുണ്ട്. 5 റേഞ്ച് ഓഫീസർമാരും അതുപോലെ തന്നെ 2 DFOമാരും അടക്കം ഉൾപ്പെടുന്ന ഒരു വലിയ ദൗത്യസേന തന്നെ ഈ ദൗത്യത്തിനായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കമ്പളക്കാട് അതുപോലെ തന്നെ ഈ പ്രദേശം, പനമരം, കണിയാമ്പറ്റ മേഖലകളൊക്കെ തന്നെ ഭീതിയിലാണുള്ളത്, ആശങ്കയിലാണുള്ളത്. എന്നാൽ കടുവയെ ലൊക്കേറ്റ് ചെയ്തു എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കാര്യമാണ്. എന്തായാലും കടുവ ദൗത്യം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഷമ്മി, തീർച്ചയായും ജോഷില, വയനാട്ടിൽ കടുവ ഇറങ്ങി അതിനെ തിരിച്ചയക്കാനുള്ള വലിയ പരിശ്രമമാണ് വനം വകുപ്പ് നടത്തുന്നത്. ജോഷിലയാണ് വിശദാംശങ്ങൾ നൽകിയത്.